പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെയാണ് സംസാരിക്കുക: അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആഗ്രഹിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാനാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രയത്നങ്ങളെയും ഫലമണിയിക്കുന്നത് കർത്താവിൻ്റെ ദയയാണ്, കരുണയാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്ക് മുന്നിൽ സമർപ്പിക്കാം. ആ കരുണയുടെയും ദയയുടെയും അടയാളമല്ലേ നമ്മുടെ ജീവിതങ്ങൾ. നമ്മെ വഴി നടത്തുന്ന കർത്താവിൻ്റെ ദയയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ പ്രയത്നങ്ങൾക്ക് മേൽ, ആഗ്രഹങ്ങൾക്ക് മീതെ കർത്താവിൻ്റെ ഇഷ്ടവും പദ്ധതികളും ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ, പ്രയത്നങ്ങളെ പൂർണ്ണമായി കൊടുത്തുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ഞെരുക്കങ്ങളെ, ഉത്കണ്ഠകളെ, കഷ്ടപ്പാടുകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആ കരുണയ്ക്ക് മുന്നിൽ നമ്മുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയുടെ നാമത്തെ ആരാധിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.